എന്നോട് ദൈവം പറഞ്ഞത് ഈ ഭവനത്തിൽ നിന്നാണ് ഇസ്രയേലിന്റെ അഭിഷക്തനെ നീ അനോയിന്റ് ചെയ്യേണ്ടത്, നീ അഭിഷേകം ചെയ്യേണ്ടത്. അവനെ വേഗം വിളിക്കുവാൻ പറഞ്ഞു. വേഗം വിളിച്ച് അവനെ ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ ഭവനത്തിലേക്ക് കടന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ, പ്രവാചകനിൽ പരിവർത്തിച്ചു. ഇവനാണ്. കാരണം ശമൂവേലിന് ഒരു തെറ്റുപറ്റി. മുഖവും പൊക്കവും ഒക്കെ നോക്കി തടിയും തണ്ടുമുള്ള ആൾക്കാരെയാണ് വിളിച്ചു നോക്കി ഇന്റർവ്യൂ ചെയ്ത്. പക്ഷെ ദൈവം അവരെ ആരെ സെലക്ട് ചെയ്തില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പക്ഷേ ഈ വെറും അശുവായിട്ടുള്ള, പക്ഷെ സുന്ദരനും കോമളിനും ആണെങ്കിൽ വലിയ ശക്തിയും തടിയും ഒന്നുമില്ല. ഇവനെ കണ്ടപ്പോൾ ശമൂവേൽ ഒരു പക്ഷേ ഹൃദയത്തിൽ ചിന്തിച്ചു കാണും, ഇവനെയാണോ ഞാൻ അനോയിന്റ്, ഇവനാണോ ഇസ്രായേലിനെ ഭരിക്കാൻ ശക്തനായ രാജാവായി തീരേണ്ടവൻ എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ പോയിരിക്കാം. ഞാനിങ്ങനെ ചിന്തിക്കുക. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഇവനെക്കുറിച്ച് വിഷമിക്കേണ്ട, അവന്റെ മുഖപ്രസാദമോ പൊക്കമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തൈലക്കൊമ്പെടുത്ത് അവന്റെ തലയിൽ ഒഴിക്കാൻ പറഞ്ഞു. ഇസ്രയേലിന്റെ അഭിഷക്തനായി രാജാവായി അവനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ഈ ശുശ്രൂഷയ്ക്കാക്കി, അഥവാ ഇസ്രയേൽ ജനത്തെ